1 പത്രോസ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. 1 പത്രോസ് 5:6 മുതൽ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ട എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഒരു മനുഷ്യനെ അപേക്ഷിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഈ പരാജയം എന്ന് പറയുന്നത് പ്രതിസന്ധികളിലെ ഭയമാണ്, ഒറ്റപ്പെടലുകളുടെ ഭയമാണ് മനുഷ്യനെ ഈ പരാജയത്തിൻ്റെ അനുഭവത്തിൽ, നിരാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. പലപ്പോഴും മാനുഷികമാവുന്ന ബന്ധങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടാകുന്നില്ല എന്നുകൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. മാനുഷികമായ ബന്ധങ്ങൾ നമ്മുടെ നേട്ടങ്ങൾക്ക് കൂടെയുണ്ട്, ലൗകികതയിൽ കൂടെയുണ്ട്, സമ്പത്തിൽ കൂടെയുണ്ട്. എന്നാൽ വീഴ്ന്നു പോകുമ്പോഴോ താങ്ങിയെടുത്ത് നടത്തുവാനായിട്ട് മാനുഷിക ബന്ധങ്ങൾ ഇല്ല എന്നതാണ്. വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഈ ഉറപ്പ് എന്ന് പറയുന്നത് നീ ഭയപ്പെടേണ്ട എന്നാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് തന്നെ നീ ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല. യേശുക്രിസ്തു ജനിച്ചു. ആ ജനന വാർത്ത ആദ്യമായി ചെന്നറിയിക്കുന്നത് ആട്ടിടയന്മാരോടുകൂടെ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി ജീവിക്കപ്പെടുന്ന ഈ ആട്ടിടയന്മാരുടെ അടുക്കൽ ദൂതന്മാർ പ്രത്യക്ഷനായി. ആ ദൂതന്മാർ പറയുന്നൊരു വാക്കാണ് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇപ്പോൾ മനുഷ്യൻ ഭയത്തിന് അടിമയായി ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ആ ഭയത്തെക്കുറിച്ച് നിരാശയുടെയും പരാജയത്തിൻ്റെയും അനുഭവത്തിലായിരിക്കുമ്പോഴും വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല എന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എൻ്റെ 41-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരും. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് അവിടെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് ചോദ്യം തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ ദൈവമായിരിക്കുന്നത് കൊണ്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ സഹായിക്കുന്നത് കൊണ്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ എൻ്റെ വലത് കയ്യിൽ സൂക്ഷിച്ചിരിക്കൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. അപ്പം എന്തുകൊണ്ടാണ് ഒരു ക്രിസ്തു ജനത, ദൈവത്തിൻ്റെ മകനും മകളും ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൻ്റെ ഈ ഉത്തരമെന്ന് പറയുന്നത്, കർത്താവ് എന്നിലും എൻ്റെ ജീവിതത്തിലും എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, മനുഷ്യൻ കൈവിട്ടാലും പെറ്റ അമ്മ എന്നെ മറന്നിരുന്നാലും എന്നെ മറക്കാതെ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ ആത്മീയതയുടെയും ഭൗതികതയുടെയും ജീവിതത്തിൽ എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. പടകിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ തിരമാലകൾ അടിക്കുന്ന സമയം യേശുക്രിസ്തു പടകിൻ്റെ അമരത്ത് തലവെച്ച് ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ശിഷ്യന്മാർ ഈ തിരമാല കണ്ടിട്ട് ഭയപ്പെടുകയാണ്, കാറ്റടിക്കുന്നത് കണ്ടിട്ട് ഭയപ്പെടുകയാണ്. അവിടെ പടക് ഒന്ന് പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കഴിയാതെ പോകുന്നുണ്ട്. അപ്പം ഭയത്തോടുകൂടി ആയിരുന്ന ശിശു സമൂഹത്തിൻ്റെ അടുക്കലേക്ക് ഉണർന്ന യേശു വന്നിട്ട് അവരോടുകൂടെ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ കൂടെ ഉള്ളപ്പോൾ, മണവാളൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നീ ഭയപ്പെടേണ്ടത്? പ്രിയമുള്ളവരെയും, ആ ഒരു ചിന്ത നഷ്ടപ്പെട്ടു പോകുന്ന വേളയിലാണ് ശിഷ്യന്മാർ ഭയപ്പെട്ടു പോകുന്നത്. അവർ അവരവരുടെ ശക്തിയിലും അവരവരുടെ നേട്ടത്തിലും അവരവരുടേതായ കൃപയിലൊക്കെ ശരണം പ്രാപിക്കുമ്പോൾ ശിഷ്യന്മാർ വല്ലാണ്ട് ഭയപ്പെട്ടു പോകുന്നതായിട്ട് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു രാത്രി സന്ധ്യാസമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാർ പടകി യാത്ര ചെയ്യുമ്പോൾ അവിടെ അടുക്കലേക്ക് കടലിൽ കൂടെ നടന്നു വന്ന്
അവിടെ സമീപത്തെത്തുമ്പോൾ ഈ യേശുവിനെ കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന ശിഷ്യന്മാരുണ്ട്. അവരോടുകൂടെ കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ടത് ഞാനാകുന്നു. ഈ കടലിൽ കൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് ഭൂതമാണ് എന്ന് ഭയന്ന്, ഭൂതമാണെന്ന് വിചാരിച്ച് ഭയപ്പെട്ട് ആ ഒരു ഭയത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുകൊണ്ട് ആ ശിഷ്യന്മാർ നിലവിളിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ടതായിട്ടില്ല, ഞാനാണ് നിൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ യേശുവിൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിവ് ഉള്ളപ്പോൾ പത്രോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ, നീ ആണെങ്കിൽ നിന്നെപ്പോലെ നടക്കുവാൻ അനുവാദമുണ്ടാകണം. എന്നാൽ കാറ്റിൻ്റെയും തിരമാലകളുടെയും ഈ ഒരു പ്രഹരം ഏറ്റിട്ട് ശിമോൻ പത്രോസ് ഭയപ്പെടുകയാണ്. ആ ഭയമാണ് ശിമോൻ പത്രോസിൻ്റെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് തള്ളിക്കളയുന്നത്. അവിടെയും ശിമോനെ സഹായിപ്പാനായിട്ട് ആരുമില്ല. അവിടെയും ശിമോനെ ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ ആരുമില്ല. കർത്താവ് തൻ്റെ കൈ നീട്ടിയിട്ട് ശിമോനോട് നീ ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല. പ്രതിസന്ധി വരുമ്പോഴും ജീവിതത്തെ തിരമാലകൾ അടിച്ചു കയറുമ്പോഴും പ്രിയമുള്ളവരെ, വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നെ ഞാൻ എൻ്റെ വലം കൈയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും തന്നെയാണ്. അതുകൊണ്ട് തിരുവചനാടിസ്ഥാനത്ത് നാം തിരിച്ചറിയുന്നു. നോമ്പ് കാലഘട്ടത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പൈശാചിക ശക്തി ഏറുന്ന സമയത്ത് വചനം പറയുകയാണ്, നീ ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ചില പൈശാചികതയുടെയും തിന്മകളുടെയും ഈ പ്രഹരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാണ് അവിടെ ഉണ്ടാകുന്ന പൈശാചികശക്തി? അവിടെ കർത്താവ് പറയുന്നുണ്ട്, നീ അഗ്നിയിൽ കൂടെ നടന്നാൽ, നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ, നീ നദിയിൽ കൂടെ നടന്നാൽ അത് നിന്റെ മേൽ അടുത്തു വരികയില്ല. പൈശാചികതയുടെ ശക്തി നിന്റെ അടുക്കൽ വരികയില്ല. തിന്മ നിന്റെ അടുക്കൽ കടന്നു വരികയില്ല. അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. തീ നിന്നെ നശിപ്പിച്ചു കളയില്ല. നിന്റെ അടുക്കൽ നിന്റെ വെള്ളം കടന്നു വരുമ്പോൾ ആ വെള്ളം നിന്റെ മേൽ നിറയുകയില്ല, നിന്നെ അതിൽ മുക്കിക്കളയില്ല. അതുകൊണ്ട് നീ ഭയപ്പെടരുത്. ഞാൻ ഈ പ്രതിസന്ധികളുടെ മധ്യേ നിൻ്റെ മുൻപിലും പിൻപിലൊക്കെ കാവലായിരിക്കേണ്ടത്. ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കൂടെ നടത്തുമ്പോൾ ആ ചെങ്കടൽ യാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി നമ്മുടെ മുൻപിലും പിൻപിലും ഉണ്ടായിരുന്നു എന്നാണ്. ദൈവ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു, അവരെ സഹായിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ. ഒരിറ്റു വെള്ളം അവരുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറാതെ വണ്ണം അവരെ താങ്ങി നടത്തുവാൻ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവം പറയുകയാണ്, ആ ദൈവം ഇന്ന് എന്നോടുകൂടെ പറയുകയാണ്, നീ ഭയപ്പെടരുത്, ഞാൻ എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടാകും. യെശയ്യാവ് 43:5 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ട്. കൊടുങ്കാറ്റടിക്കുമ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രിയമുള്ളവരെ നാം തിരിച്ചറിയണം, എന്നെ കർത്താവ് മുക്കിക്കളയില്ല. ഈ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയി എൻ്റെ ജീവന് നാശം സംഭവിക്കുവാൻ ദൈവം എന്നെ വിട്ടുകൊടുക്കില്ല. കർത്താവ് കൂടെ ഉണ്ട്. ഈ പ്രതിസന്ധികളെ ജീവിതത്തിലെ കൃപ ദൈവം തരും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നോമ്പിൻ്റെ ശേഷമുള്ള നാളുകൾ യാത്ര ചെയ്യാം. ഉദാഹരണമായി ഈ പ്രതിസന്ധികളെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് കൂടെ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നൊരു ചെറിയ സംഭവമുണ്ട് വേദപുസ്തകത്തിൽ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 27-ാമത്തെ അധ്യായം നാം ഒന്ന് വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. റോമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കപ്പൽ മുഖാന്തരമുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ യാത്ര സുഗമമായ ഒരു യാത്രയല്ല. ഈ യാത്രയുടെ ഈ കപ്പലിൽ പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, പൗലോസ് അപ്പോസ്തലനോട് കൂടെ പരീശന്മാരും ശാസ്ത്രിമാരും ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും ശിഷ്യന്മാരെ അംഗീകരിക്കാത്തവരും അംഗീകരിക്കുന്നതൊക്കെ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. ഈ യാത്ര ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന വേളയിൽ ഒരു കൊടുങ്കാറ്റടിക്കണം. ആ കൊടുങ്കാറ്റിൻ്റെ പേരാണ് ഈശാനമൂല. ശക്തമായ കൊടുങ്കാറ്റടിക്കുകയാണ്. തൊട്ട് മുൻപിൽ നാം ഒന്ന് വായിക്കുമ്പോൾ 27-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നാം ഒന്ന് വായിക്കുമ്പോൾ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് കേദ്ര എന്ന ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ തൊട്ട് മുൻപിൽ ഒരു ചെറിയ കാറ്റടിച്ചു. ചെറിയ കാറ്റടിച്ചപ്പോൾ അവർ നങ്കൂരമിട്ട് ഈ കപ്പലിനെ നിയന്ത്രിച്ച് അവിടെ ഒരിടത്ത് നിർത്തിയിരിക്കുക. ഈ കപ്പലിനെ നിയന്ത്രിച്ചൊരിടത്തിനിടത്തെ ആ മന്ദമാരുതൻ മാറിയ ശേഷം യാത്ര തുടരുകയാണ്. യാത്ര സുഗമമാണ് എന്ന് മനസ്സിലാക്കി തുടരുന്ന വേളയിൽ
മറ്റൊരു കൊടുങ്കാറ്റടിക്കണ ഈശാല് മൂലൻ എന്ന് പറയപ്പെടുന്ന കൊടുങ്കാറ്റ്, അതിശക്തമായ കൊടുങ്കാറ്റ് ഈ കപ്പലിലേക്ക് അടിച്ചു കയറുകയാണ്. ഇവർക്ക് കപ്പലിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഈ കൊടുങ്കാറ്റ് ഏകദേശം 14 ദിവസം ഈ കപ്പലിനെ അല്ലെങ്കിൽ കടലിനെ ചുറ്റിക്കൊണ്ടിരുന്നു. പകലേതെന്നും രാത്രി ഏതെന്നും അറിയാതെ വണ്ണം ഈ അന്ധകാരത്തിൻ്റെ ഒരവസ്ഥയിൽ ഈ കപ്പലിൽ ഈ പൗലോസും കൂട്ടാളികളും ഈ യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുകയാണ്. പടകിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, പടകിനെ നിർത്തുവാനായിട്ട് കഴിയുന്നില്ല, നങ്കൂരമിടുവാനായിട്ട് കഴിയുന്നില്ല. ഇടുന്ന നങ്കൂരമെല്ലാം പൊട്ടിപ്പോവുകയാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവ തീരുമാനമെടുത്തിട്ട് പൗലോസ് കൂട്ട് യാത്രക്കാരോടുകൂടെ പറയുന്നുണ്ട് 20-ാമത്തെ വാക്യത്ത്, വളരെ നാളായി സൂര്യനോ നക്ഷത്രങ്ങളോ കാണാതെ വല്ലാണ്ട് കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും മറ്റുപോയി. ഈ കൊടുങ്കാറ്റ് 1-2 ദിവസമല്ല നടക്കുന്നത്. ഈ കൊടുങ്കാറ്റ് 1-2 ദിവസം മാത്രമല്ല ഈ കപ്പലിനെയും ഈ കടലിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നത്. 14 ദിനം. സൂര്യൻ ഏതെന്നറിയില്ല, നക്ഷത്രം ഏതെന്നറിയില്ല, പ്രകാശമില്ല, രാത്രി ഏതെന്നറിയില്ല, പകൽ ഏതെന്നറിയില്ല, രക്ഷപ്പെടുവാൻ പോലും സാധ്യതയില്ലാത്തൊരു സാഹചര്യം. ഇനി രക്ഷപ്പെടില്ല എന്ന് ഉറച്ചു തീരുമാനമെടുത്തു പോയ അവസ്ഥ, ജീവൻ അറ്റുപോകുമെന്ന് തീരുമാനമെടുത്ത അവസ്ഥ. എല്ലാ ആഗ്രഹങ്ങളും ആശകളും നഷ്ടപ്പെട്ടു പോയി. കപ്പലിൽ നിന്നും യോനയുടെ കപ്പൽ യാത്ര ചെയ്തതുപോലെ ഈ കപ്പലിലെ സാമഗ്രികളൊക്കെ വലിച്ചെറിയുവാൻ തുടങ്ങി. കപ്പലിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നില്ല. ശക്തമായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൃപയാൽ പൗലോസിന് ദൈവാത്മാവ് വെളിപ്പെടുക, ദൈവദൂതൻ വെളിപ്പെട്ടിട്ട് പൗലോസ് പറയുന്നുണ്ട് 24-ാമത്തെ വാക്യം, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടത് ആവുന്നു. പ്രിയമുള്ളവരെ, 14 ദിവസം ഇനി ജീവൻക്ക് തിരിച്ചു കിട്ടില്ല, യാത്ര സുഗമമാകില്ല എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ടുള്ള ആ ഒരു ക്ലേശങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ പൗലോസിന് ദൈവശബ്ദം കേൾക്കുകയാണ്, നീ ഭയപ്പെടരുത്. പൗലോസ്, നീ ഭയപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ നീ മുന്നോട്ട് യാത്ര ചെയ്യേണ്ട, നീ കൈസരിയിൽ റോമിൽ പോകേണ്ടതാണ്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കർത്താവ് പറയുന്നു, നോക്കുക, യെശയ്യാവ് പറഞ്ഞു, വെള്ളം നിന്റെ മേൽ അടിച്ചു വരില്ല, അഗ്നി നിന്റെ മേൽ നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്റെ മേൽ ഉയരുകയില്ല, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങൾ വലം കൈകൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അതേ ദൈവത്തിൻ്റെ കൃപ ഇവിടെ പൗലോസും കൂട്ടാളി അനുഭവിക്കുന്നുണ്ട്. പൗലോസിനോട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മാത്രമല്ല നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഞാൻ രക്ഷിക്കും. പ്രിയമുള്ളവരെ, ജീവിതം നഷ്ടപ്പെട്ടു പോയെന്ന് ആകുലപ്പെട്ട വേളയിൽ, ഇനി ജീവൻ ഇല്ല എന്ന്, എൻ്റെ പ്രാണഹാനി ഉണ്ടാകും എന്നുള്ള ആ ഒരു ഈ നിരാശയിൽ ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വേളയിൽ പൗലോസിൻ്റെ ശക്തമായ പ്രാർത്ഥന, ഉപവാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മാത്രമല്ല നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഞാൻ സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, ദൈവം പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട. നീയോ ഞാനോ ഈ രാത്രി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിൽക്കുമ്പോഴും എൻ്റെ മുൻപിലുണ്ടാവുന്ന, നിൻ്റെ മുൻപിലുണ്ടാവുന്ന കൊടുങ്കാറ്റുകളെ നോക്കിയിട്ട് കർത്താവ് പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മാത്രമല്ല നിൻ്റെ കുടുംബത്തെയും രക്ഷിക്കും, ഞാൻ നിന്നെ മാത്രമല്ല നിൻ്റെ സമൂഹത്തെയും രക്ഷിക്കും, ഞാൻ നിന്നെ മാത്രമല്ല നിൻ്റെ സഭയെയും രക്ഷിക്കും, അതിനൊക്കെ ഞാൻ വീണ്ടെടുക്കും, ജീവഹാനി വരുത്തുവാൻ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ ദൈവം നമുക്ക് നൽകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, തിരമാലകൾ, കൊടുങ്കാറ്റ് ജീവിതത്തിൽ അടിച്ചു കയറും. ചിന്തയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയി, ആശകളെല്ലാം അസ്തമിച്ചു പോയി. എങ്കിലും ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട, നിൻ്റെ പ്രതിസന്ധികളിൽ എപ്പോഴും ഞാൻ നിന്നിൽ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവൻ ആകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഭയപ്പെടരുത്, ദൈവം കൂടെയുണ്ട്. അവൻ നിന്നെ കരുതുന്നവനാണ്. നിൻ്റെ ആകുലതകൾ, നിൻ്റെ പ്രയാസങ്ങൾ, നിൻ്റെ പ്രതിസന്ധികൾ, നിന്നെ അലട്ടുന്ന
കൊടുങ്കാറ്റ്, തിരമാല, അതൊക്കെ നീ കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കയ്യിൽ. അവൻ നിന്നെ ചേർത്ത് പിടിക്കും, അവൻ നിന്നെ സംരക്ഷിക്കും. പുതിയ ദർശനങ്ങൾ മുന്നോട്ട് പോകുക ദൈവം നിന്നെ നയിക്കും. പ്രതിസന്ധികൾ കൂടെ ഉണ്ടാകും. ദൈവത്തെ മാത്രം നമുക്കൊന്ന് മുറുകെ പിടിക്കാം, മനുഷ്യനെ അല്ല. സങ്കീർത്തനങ്ങൾ പറയുന്നതാണ്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കുന്നതിന് സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ്. അപ്പം നമ്മുടെ ആശ്രയം ദൈവത്തിലാകട്ടെ, നമ്മുടെ കരുതുന്ന ദൈവത്തിലാകട്ടെ. അവന് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഈ നോമ്പിൻ്റെ ശേഷമുള്ള നാളുകൾ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കാം.